ഫലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ പ്രതിഷേധവുമായി കൊച്ചിയിൽ കൂട്ടായ്മ. ചിന്താരവി ഫൗണ്ടേഷനും ഫലസ്തീൻ സോളിഡാരിറ്റി ഫോറവും ചേർന്നാണ് ഗസയുടെ പേരുകൾ എന്ന ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. സാമൂഹിക സാംസ്കാരിക മാധ്യമ മേഖലയിലെ പ്രമുഖർ ഐക്യദാർഢ്യവുമായി പ്രതിഷേധ കൂട്ടായ്മയിൽ പങ്കെടുത്തു. യസൻ മഹമ്മൂദ്, മുഹമ്മദ് അബു സുഹൈബാൻ, റിവാൻ റഹാഫത്ത്, അബ്ദുൽ ബാരി മുഹമ്മദ്, ഇബ്രാഹിം ഫാരിസ്, ഖലീൽ ഖബൈൻ, സനദ് ഹിലാൽ, നബീൽ എമാറ. ഗസയിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട 18,000 കുട്ടികളുടെ പേരുകൾ വായിച്ച് അവരെ ഓർക്കുകയും ഇസ്രായേലിന്റെ മനുഷ്യാവകാശ ധ്വംസനത്തിനെതിരെ പ്രതിഷേധിക്കുന്നതുമായിരുന്നു കൂട്ടായ്മ. നമ്മൾ അവരെ ഓർക്കുന്നത് കൊണ്ട് അവർ പുനർജീവിക്കില്ല, പക്ഷേ നമ്മൾ അവരെ വീണ്ടെടുക്കും. നമ്മൾ മറക്കില്ല എന്ന് ലോകത്തോട് പറയുന്നു, പ്രഖ്യാപിക്കുന്നു. ഗാസയുടെ കുട്ടികൾ നമ്മുടെ കുട്ടികളെ പോലെ നമ്മൾ കരുതണം. എറണാകുളം വഞ്ചി സ്ക്വയറിൽ നടന്ന ഐക്യദാർഢ്യ പരിപാടിയിൽ 1500ഓളം കുട്ടികളുടെ പേരുകൾ സാമൂഹിക സാംസ്കാരിക മാധ്യമ മേഖലയിലെ പ്രമുഖർ വായിച്ചു. ഗാന്ധി ജയന്തിയാണ്. ഗാന്ധിജി നമുക്ക് മാത്രമല്ല, ഗസയിൽ കൊല്ലപ്പെട്ട കുഞ്ഞുങ്ങളുടെയും ഗാന്ധിജിയാണ് എന്ന ഓർമ്മയോടെ. മുഹമ്മദ് ബക്കർ നസുർ അൽ ജാ അൽ, ഹല അഹമ്മദ് ഫയസ് അൽ ദാദ, സലീൻ മുഹമ്മദ് ഹാഷിം ഖല. തിരക്കഥാകൃത്ത് PF മാത്യൂസ്, നടൻ ഇർഷാദ് അലി, സംവിധായകൻ ആഷിഖ് അബു, മുൻ ജസ്റ്റിസ് PK ഷംസുദ്ദീൻ, മുൻ അംബാസഡർ വേണു രാജാമണി, ഗായിക സിതാര കൃഷ്ണകുമാർ, MS ബനേഷ് ഉൾപ്പെടെ നിരവധി പേർ ഐക്യദാർഢ്യവുമായി എത്തി. ദുഃഖത്തിന്റെ സാമൂഹിക ആവിഷ്കാരമായി ഫലസ്തീൻ പരമ്പരാഗത നൃത്തരൂപമായ ഡബ്കെ ഡാൻസും അവതരിപ്പിച്ചു. മീഡിയ 1 കൊച്ചി.